പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തന പുസ്തകം 95-ാമത്തെ അധ്യായം 1-ാം തിരുവചനത്തിൽ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: വരുവിൻ, നമുക്ക് കർത്താവിന് സ്തോത്രം ആലപിക്കാം, നമ്മുടെ ശിലയെ സന്തോഷപൂർവം പാടിപ്പുകഴ്ത്താം എന്ന്. അപ്പോൾ ശിലയായ ദൈവത്തെ, നമ്മളെ സൃഷ്ടിച്ചവനായ ദൈവത്തെ പാടി സ്തുതിക്കാം. അപ്പോൾ എത്രമാത്രം വിലയുണ്ട് പാട്ടിന്. അല്ലെങ്കിൽ സൈക്കോതെറാപ്പിയിൽ മ്യൂസിക് തെറാപ്പി എന്ന് പറഞ്ഞൊരു സിസ്റ്റമുണ്ട്, അല്ലെങ്കിൽ ഗാനചികിത്സ. അപ്പോൾ മ്യൂസിക്കിലൂടെ, പാട്ടിലൂടെ വലിയ സൗഖ്യം, കടുത്ത മാനസിക രോഗങ്ങളെ പോലും സുഖപ്പെടുത്തുവാൻ സാധിക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. ദൈവവചനം പരിശോധിച്ചു കഴിഞ്ഞാൽ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഗാന ശുശ്രൂഷയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ കിടപ്പുണ്ട്. നമ്മുടെ പെന്തക്കോസ്ത സഹോദരങ്ങളൊക്കെ കൂട്ടായ്മകളിലൊക്കെ അവരൊക്കെ പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ, കരങ്ങളടിച്ച് അവർ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ കത്തോലിക്കരായ നമ്മൾ അവരെ കളിയാക്കുമായിരുന്നു. ഇപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ കൂട്ടായ്മകളിൽ, നമ്മുടെ ദേവാലയങ്ങളിൽ, നമ്മുടെ ധ്യാനമന്ദിരങ്ങളിൽ, നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലൊക്കെ ഒത്തിരി പാടി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് ഡാൻസ് ചെയ്ത് അതിലൂടെ വലിയ സൗഖ്യവും സമാധാനവും വിടുതലും നമുക്ക് ലഭിക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. ഇതാ പ്രഭാഷകന്റെ പുസ്തകത്തിൽ 50-ാമത്തെ അധ്യായം 18-ാം തിരുവചനത്തിൽ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഗായകർ അവിടത്തെ സ്തുതിമധുരമായി സ്തുതിച്ചു പാടി കർത്താവിൻ്റെ ആരാധനക്രമപ്രകാരം പൂർത്തിയാക്കുന്നതുവരെ ജനം കാരുണ്യവാനും അത്യുന്നതനുമായ കർത്താവിൻ്റെ മുൻപിൽ പ്രാർത്ഥിച്ചു. ഇങ്ങനെ അവർ ശുശ്രൂഷ പൂർത്തിയാക്കി എന്ന്. അപ്പം എത്രമാത്രം വിലയുണ്ട്, നിലയുണ്ട് ഗാന ശുശ്രൂഷകർക്ക് ദൈവസന്നിധിയിൽ. കാരണം വിശുദ്ധ ബലി, പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബലി ആരംഭിക്കുമ്പോൾ പ്രാരംഭഗാനം ആലപിച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അല്ലെങ്കിൽ വിശുദ്ധ ബലി കഴിയുമ്പോൾ ഇതാ സമാപന ഗാനം ആലപിച്ചാണ് നമ്മൾ സമാപിക്കുന്നത് ദേവാലയങ്ങളിലൊക്കെ. അപ്പം എത്രമാത്രം ശക്തിയുണ്ട്, പവറുണ്ട്, ഒത്തിരി ദൈവാനുഗ്രഹം, ഒത്തിരി അഭിഷേകം, ഒത്തിരി സൗഖ്യം, ഒത്തിരി ആന്തരിക സമാധാനം, ആന്തരിക സൗഖ്യം ഇതാ നമ്മളിലേക്ക് കടന്നു വരും. പാട്ടിലൂടെ, ഗാന ശുശ്രൂഷയിലൂടെ, മ്യൂസിക് തെറാപ്പിയിലൂടെ. കാരണം പ്രത്യേകിച്ച് ദേവാലയ ശുശ്രൂഷകരുടെ, പാട്ടുകാരുടെ പ്രത്യേക മധ്യസ്ഥയായ വിശുദ്ധ സിസിലിയെ നമുക്ക് ഓർക്കാം. വിശുദ്ധ സിസിലിയുടെ മധ്യസ്ഥം തേടി നമുക്ക് ഇതാ പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, കർത്താവേ, ഈ ഗാന ശുശ്രൂഷയിലൂടെ അങ്ങയെ പാടി സ്തുതിക്കുമ്പോൾ, അങ്ങയെ ആരാധിക്കുമ്പോൾ, കർത്താവേ, ഈ വിശുദ്ധ ബലിയിലൂടെ, കർത്താവേ, എല്ലാം ധ്യാനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, കൂട്ടായ്മയിലൂടെ എല്ലാം കർത്താവെ അങ്ങയെ പാടി സ്തുതിക്കുമ്പോൾ, കരം തട്ടിക്കൊണ്ട്, ഈശോയെ കരമടിച്ചുകൊണ്ട് പാടി സ്തുതിക്കുമ്പോൾ അതുവഴി വലിയ സൗഖ്യം ഞങ്ങൾക്ക് നൽകുന്നതിനോർത്ത് കർത്താവെ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, കൂടുതൽ അങ്ങയെ പാടി സ്തുതിക്കുവാൻ, കർത്താവെ അങ്ങയെ ആരാധിക്കുവാൻ വലിയ കൃപ, വലിയ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, വലിയ സൗഖ്യം, വലിയ വിടുതൽ കർത്താവെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.